ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ചെറുക്കനെ എടുത്തിട്ട് കുറച്ച് ദിവസമായി. പിന്നെ അവനൊന്ന് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കാമെന്ന് വരും. കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് ഉണ്ട്, അതുകൊണ്ട് പൈന എടുക്കാത്തത് കുറച്ച് നാളത്തേക്ക്. ഓണയൊക്കെ അടുത്ത് വരെയല്ലേ, അപ്പം അതിനൊന്ന് സെറ്റാക്കി എടുത്തിട്ടാണ് ഒന്ന് പൊളിക്കാനുള്ള. പിന്നെ അങ്ങനെയാണല്ലോ നമ്മൾ ഇങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരുന്ന് ഓരോ പണികൾ ചെയ്യാൻ നേരത്ത് ഓരോ പണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. റിയർ ബാക്കിൻ്റെ സിലിണ്ടർ പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫ്രണ്ടിന് വേണ്ടി ഓർഡർ ചെയ്തിട്ടുള്ള സ്പെയർ കൊറിയർ കൊണ്ട് തന്നായിരുന്നു. മിക്ക കയറ്റിയും ബൈക്കിനും കിട്ടുന്ന ഒരു ഇഷ്യൂ ആണ് ഈ മീറ്റർ ഷെല്ല് പോകുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത സാധനം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണ്. പിന്നെ ഇതിൽ റാപ്പ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് ഫോഗ് കയറാനുള്ള ചാൻസ് കുറയും. അതുകൂടെ ചെയ്യണം. മീറ്റർ ഷെല്ല് ഓർഡർ ചെയ്യേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 300 ആണ്. കൊറിയർ ചാർജ് 100, അങ്ങനെ 400 എനിക്ക് കിട്ടിയത്. ആവശ്യമുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ചടപടയെന്ന് പല്ലൊക്കെ തേച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഫുഡൊക്കെ കഴിച്ച് ഫ്രണ്ടിനെ വിളിക്കായിരുന്നു. അവനെ വിളിച്ച് 1 മണിക്കൂർ 2 മണിക്കൂർ അവനെ കാണാനില്ല. അവനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നടൻ്റെ എൻട്രി. പിന്നെ അമ്മയ്ക്കും ഡാറ്റ അറിഞ്ഞ് അവിടെ നിന്ന് തെറിച്ചു. അവിടെ ചെന്നപ്പോഴാണ് ഞാനത് കാണുന്നത്. സെയിൻ മാലിക്കാകാൻ പോയാനെ സുഖൈത് മാലിക്കാക്കി വിട്ട ഒരു ഫേസുമായി അവിടെ പാട്ടും പാടിയാണ് അവൻ ഉണ്ടാക്കിയത്. പിന്നെ ഇവനെ കളിയാക്കി ഫ്രണ്ടിൻ്റെ വീടെത്തി. ടു അത്യാവശ്യം മീറ്റർ സെറ്റ് മുഴുവൻ പോയിരിക്കുക. സർവീസ് സെൻ്ററിൽ കൊണ്ട് കൊടുത്തു നോക്കാം എന്താ പറയുന്നത്. ഇതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ. അത്യാവശ്യം നല്ല ഒരു പണിയെടുത്ത വണ്ടിയാണ്. ഈ ഇടയ്ക്ക് ഒരു 25,000 രൂപ വണ്ടി യൂസ് ചെയ്യാതിരുന്ന് ഫ്യൂൽ പമ്പൊക്കെ അടിച്ചു പോയായിരുന്നു. അതൊക്കെ മാറ്റി റെഡിയാക്കി വെച്ചിരിക്കുക. അങ്ങനെ സർവീസ് സെൻ്റർ എത്തി. ചെറിയവർക്കായതുകൊണ്ട് വിചാരിച്ച് ഇന്നേന് വണ്ടി കിട്ടുമെന്ന്. പക്ഷേ അവന്മാരെ നമ്മളെ തേച്ചു ഗൈസ്. ഇന്ന് തരാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ വന്ന് പട്ടി പോസ്റ്റായി തിരിച്ച് ബസ് കയറി വരേണ്ടി വന്നു. ബസ് വരുന്നത് കണ്ടത് ഞാൻ അവനും കൂടെ ചാടി കയറി. വീഴാത്തത് ഭാഗ്യം. ബസ്സിൽ ഓൾറെഡി പാട്ടുണ്ട്. എന്നിട്ട് അവൻ ഹെഡ്സെറ്റ് വെച്ച് പിന്നെ പാട്ട് കേൾക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ തട്ടായിട്ട് കുട്ടി അവനെ നോക്കുന്നെന്ന് പറഞ്ഞ് അവൻ സ്വയം സെയ്ത് മാലിക്കായി. അവനെ ഇങ്ങനെ കളിയാക്കി ഇരുന്ന് സ്റ്റോപ്പ് കഴിഞ്ഞു പോയി. പിന്നെ കുറച്ച് ദൂരം തിരികെ നടക്കേണ്ടി വന്നു വെയിലത്ത്. പിറ്റേ ദിവസം വീണ്ടും അവൻ വന്നു. പോകുന്ന വഴിയിൽ അവൻ്റെ വണ്ടിക്ക് ദാഹജലം വേണമെന്ന് കാണാൻ. അവൻ്റെ അടുത്ത് നേരത്തെ വരാൻ പറഞ്ഞതാ. അപ്പോൾ അവൻ പിള്ളേരെ കാണാൻ വേണ്ടി കറക്റ്റ് 4:30 ആയപ്പോഴാണ് വന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, അവിടെ എത്തിയപ്പോൾ പിള്ളേരൊക്കെ വീട്ടിലെത്തിയായിരുന്നു. വീണ്ടും അതേ സ്ഥലം. ചെന്നപ്പോൾ തന്നെ വലിയ പേപ്പറിൽ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ നല്ല സൂപ്പർ ലേബർ ചാർജ് അടിച്ച് തന്നായിരുന്നു. പിന്നെ അന്ന് നമുക്കെന്ത് പറയാനാ, ആ പൈസയും കൊടുത്ത് വണ്ടി നമ്മുടെ അടുത്ത്. പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പം മീറ്റർ ഷെല്ലെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഓൾറെഡി നമ്മൾ മീറ്റർ ഷെല്ല് ഡാമേജ് ആയിരുന്നപ്പോൾ കുറച്ച് വാട്ടർ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോണൊന്നും അതിലിപ്പോൾ കാണാം. വരുമാനം ഡാറ്റ പറഞ്ഞു ഞാൻ